നമ്മൾ നിൽക്കുന്നത് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലാണ്. ഇന്നലെ അപ്രതീക്ഷിതമായി രാവിലെ 9 മണിക്ക് ഈ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നിപ്പോൾ വിജ്ഞാപനം പുറത്തിറങ്ങാൻ പോവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ മൺസൂണിന് വലിയ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പൊതുവെ ഇവിടെ ആ നിലയ്ക്കുള്ള ഒരു വലിയ തിരക്കൊന്നും രാവിലെ കാണാൻ കഴിയുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക് നിലമ്പൂർ കടക്കാൻ പോവുകയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അങ്ങേയറ്റം അഭിമാനകരമായ ഒരു പോരാട്ടം ഇരു മുന്നണികളും കൊണ്ടുനടക്കുന്ന ഒരു സവിശേഷ സാഹചര്യം ഇവിടെ ഉണ്ട് എന്നറിയാം. PV അൻവർ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ ആവാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ ഘടകങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നു, ഏതൊക്കെ തരത്തിലുള്ള സാധ്യതകളെ തന്ത്രങ്ങളെയാണ് പ്രയോജനപ്പെടുത്താൻ പോകുന്നത് ഇരു മുന്നണികളും എന്ന് ഉറ്റുനോക്കുന്നു. BJP ഇവിടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ പോകുന്നുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ചോദ്യം എനിക്ക് തോന്നുന്നു ഒന്ന് UDF സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്ന ആരാണ് എന്നാണ്. അപ്പോൾ ആര്യടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന് വിചാരിക്കുന്നു. VS ജോയ് സ്ഥാനാർത്ഥിയാകണമെന്നൊരു അഭിപ്രായം നേരത്തെ UDF സഹകരിക്കുന്നതിന് PV അൻവർ മുന്നോട്ട് വെക്കുകയും ചെയ്തതാണ്. പക്ഷെ പിന്നീട് അൻവർ അതിൽ കടുംപിടുത്തമൊന്നുമില്ല തനിക്കെന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തു. കാരണം UDF ആരെ നിർത്തിയാലും ജയിപ്പിക്കാനുള്ള പണിയെടുക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. അപ്പൊ എന്റെ കൂടെ ഇപ്പോൾ മുഹമ്മദ് അസ്ലം കൂടി ചേരുന്നുണ്ട്. അസ്ലം, നമുക്കിപ്പോൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആരായിരിക്കും UDF സ്ഥാനാർത്ഥി എന്നതാണ്. പൊതുവെ ഇപ്പൊ മുഴങ്ങിക്കേൾക്കുന്ന പേര് അവിടെ നിന്ന് ആര്യടൻ ഷൗക്കത്തിന്റെയാണ്. അപ്പൊ ആര്യടൻ ഷൗക്കത്ത് പാർട്ടിയുമായിട്ടുള്ള സംസാരത്തിൽ അദ്ദേഹത്തിന് ഉറപ്പിക്കാം സ്ഥാനാർത്ഥിത്വം എന്ന കമ്മ്യൂണിക്കേഷൻ കിട്ടിയോ? നിഷാദ്, ആര്യാടൻ ഷൗക്കത്തിലേക്ക് UDF സ്ഥാനാർത്ഥിത്വം ചർച്ചകൾ എത്തി നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ ഒരു ഏകദേശ ധാരണയിൽ എത്തി എന്ന് പറയേണ്ടി വരും. VS ജോയും ആര്യാടൻ ഷൗക്കത്ത് തന്നെ മാത്രം തന്നെയായിരുന്നു അവിടെ ചർച്ചകൾ ഉണ്ടായിരുന്നത്. രണ്ടർത്ഥത്തിലുള്ള പലതരത്തിലുള്ള സമവാക്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വന്നു. യുവാവാണെന്നുള്ള പരിഗണന, അതോടൊപ്പം തന്നെ മറ്റു തരത്തിൽ പിന്നെ ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്തുണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജോയിക്ക് അനുകൂലമായി നിന്നു. അതേസമയം ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ എന്ന നിലയിൽ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും KPCC ജനറൽ സെക്രട്ടറിയും നേരത്തെ സ്ഥാനാർത്ഥിയൊക്കെ ആയിരുന്ന വ്യക്തി നിലക്കുള്ള ഒരു പിന്തുണ ഒരു വലിയ വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തെ പിന്തുണച്ചിരുന്നു. ഇങ്ങനെ മുന്നോട്ട് പോയതിൽ തന്നെ ജോയിക്ക് ഒരു മുൻതൂക്കം ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതേസമയം KPCC പുനഃസംഘടനയിൽ വന്ന സാമുദായിക സമവാക്യങ്ങളുടെ ഒരു ബാലൻസിംഗ് കൂടി നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ശരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളതുകൊണ്ട്, അതായത് ഒരു ക്രൈസ്തവ വിഭാഗത്തിലുള്ള ഒരാൾ KPCC പ്രസിഡന്റും 7 വിഭാഗത്തിലുള്ള ആൾ UDF കൺവീനറുമായപ്പോൾ സ്വാഭാവികമായും അവിടെ വീണ്ടും പരിഗണിക്കേണ്ടി വരുന്ന ഒരു സമുദായം എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗത്തിൻ്റെത് കൂടി, അതുകൂടി അത്തരം ഒരു പരിഗണന കൂടി ഇക്കാര്യത്തിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ വലിയ തോതിലുള്ള പിന്തുണ ആര്യടൻ ഷൗക്കത്തിന് കോൺഗ്രസിലെ ഒരു മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ നൽകിയിരുന്നു. അതും പിന്നെ ഈ നിലവിലെ സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഒരുപക്ഷെ ആര്യാടൻ ഷൗക്കത്ത് എന്ന പേരിലേക്ക് ഏറെക്കുറെ എത്തി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വലിയ മുൻതൂക്കം അദ്ദേഹത്തിനുണ്ട്. KPCC ഒരൊറ്റ പേര് മാത്രം പേരിലേക്ക് UDF നേതൃത്വം ഏതാണ്ട് ഒറ്റക്കെട്ടായി എത്തിയതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. താങ്ക് യു അസ്ലം, വിവരങ്ങൾ നൽകിയതിന്. ഇപ്പോൾ